അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ നബിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട ഫോക്കസ് അക്കാഡമിയുടെ അഡ്മിൻമാരിൽ ഒരാളായ ഉസാമ സാർ, മറ്റ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോക്കസ് അക്കാഡമിയുടെ കേറ്ററ്റ് വെബിനാറിന്റെ ഭാഗമായി വ്യത്യസ്ത ക്ലാസ്സുകൾ നമ്മൾ നടത്തി. കാറ്റഗറി 4 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞിരുന്നു. ഇനി ഇൻഷാല്ലാ നമ്മൾ കാറ്റഗറി 3 കഴിഞ്ഞ ജൂണിൽ നടന്ന കാറ്റഗറി 3 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞതായതുകൊണ്ട് കേറ്ററ്റ് എക്സാമിനെ കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പറയും. ഓക്കെ, കോഡ് സിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആണ് തന്നിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പാരഗ്രാഫ് പല കാറ്റഗറിയിലുള്ള ഉണ്ടാവാം, പല സബ്ജക്റ്റുകൾ ഉണ്ടാവാം. അതൊന്നും ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള പാരഗ്രാഫ്സ് ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. 2 രീതിയിലാണ് ഇത് ആൻസർ ചെയ്യുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പാരഗ്രാഫിലേക്ക് വന്ന് ആൻസർ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട്. മറ്റൊന്ന് പാരഗ്രാഫ് ആദ്യം വായിക്കുകയും പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുകയും വീണ്ടും പാരഗ്രാഫിലേക്ക് വന്ന് ആൻസർ കണ്ടെത്തുന്ന കാര്യം. നോർമലി സാധാരണ ഇത്ര എക്സ്പേർട്ടുകളല്ലാത്ത ആളുകൾക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വീണ്ടും പാരഗ്രാഫിലേക്ക് വരിക എന്നുള്ള പ്രയാസമായിരിക്കും. അതുകൊണ്ട് പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ളതാണ്. ഈ പാരഗ്രാഫ് ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. ഇതൊരു ന്യൂക്ലിയർ ഫാമിലിയെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ്. അവർക്ക് കുട്ടികളെ വളർത്തുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾ ഒരുപാട് ഫ്രീഡം, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നൈറ്റ് പാർട്ടീസ്, ഒരുപാട് ദൂർത്ത് സാമ്പത്തികമായ പണം ചെലവാക്കുന്ന വിഷയങ്ങൾ, അവർക്ക് പഠനത്തിനും മറ്റ് ഫാമിലി ആക്ടിവിറ്റിക്കും അപ്പുറം മറ്റ് പലതിനും എൻജോയ്മെന്റ്, എന്റർടൈൻമെന്റിനും പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അത് പേരൻസ് തന്നെയല്ലേ? അത് പേരൻസ് തന്നെയാണ്. കുട്ടികൾക്ക് ഒരു ഫാമിലി ലവ്, കെയർ, ബോണ്ടിങ്, മോറൽ വാല്യൂസ് ഇതൊക്കെ കൊടുക്കാം. അത് പേരൻസ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു പ്രശസ്തമായ ചൊല്ലുണ്ട്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിൽ നിന്നാണ് പലതും പഠിക്കേണ്ടത് എന്നുള്ള. സെക്കൻഡ് പാരഗ്രാഫിൽ ഒരു കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ വ്യക്തിത്വവും ഫാമിലിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ അത് നമ്മൾ കൺട്രോൾഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കുട്ടികൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ നല്ല പ്രയാസമാണ്. കാരണം മാതാപിതാക്കളുടെ ഒരു ജനറേഷൻ അല്ല കുട്ടികളുടേത്, വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പേരൻസ് അതനുസരിച്ചുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നോക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികരായ ആളുകളെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അവർ എപ്രകാരമാണോ ഫാമിലിയായിട്ട് കണക്ട് ചെയ്തു നിന്നത്, അതുപോലെ നമ്മുടെ കുട്ടികൾ അവരുടെ കസിൻസ് അതോടൊപ്പം അങ്ങനെയുള്ള ബന്ധുക്കളായിട്ടൊക്കെ പഴയ തലമുറയായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് നിൽക്കണം. അങ്ങനെ നേഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, എൽഡേഴ്സിന് ലവും കെയറും ഒക്കെ കൊടുത്ത് വീട്ടിൽ തന്നെ വളർത്തണം, മറിച്ച് നേഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് സ്മോൾ ഫാമിലീസ്, ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ടാകുന്നത്, അത് പ്രശ്നമാകുന്നത് എന്നൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച ശേഷം പാരഗ്രാഫിലേക്ക് മടങ്ങി വരാം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ജനറൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് എൽഡേഴ്സ് ഇൻ ദി പാസ്റ്റ്? കഴിഞ്ഞ കാലത്ത് എൽഡേഴ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഇവിടെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. എൽഡേഴ്സ് വെർ ഇഗ്നോർഡ് ബൈ യങ് ജനറേഷൻ, എൽഡേഴ്സ് വെർ നോട്ട് ഇൻവോൾവ് ഇൻ ഫാമിലി ഡിസിഷൻസ്, elders were taken care of in nursing homes, elders were treated with great respect. ഇത് നമ്മള് പാരഗ്രാഫ് വായിക്കാത്ത ആളുകൾക്ക് പോലും ആൻസർ ചെയ്യാൻ കഴിയുന്ന ടൈപ്പാണ്. ഓക്കെ, ഇതെവിടാണ്? ഓക്കെ, ലാസ്റ്റ്
ലൈനാണ്. ദർ വാസ് ഡീപ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ഇൻ ദി ഫാമിലി ആൻഡ് ലവ് കെയർ ആൻഡ് കൺസേൺ ഫോർ ദി യങ്. പണ്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. എൽഡേഴ്സ് വെർ ട്രീറ്റഡ് വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ ദി ഫ്രേസ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Children should be taught to donate. Moral values should be learned within the family first. Parents should be charitable to their neighbors. Parents should be financially generous to their children. ഓക്കെ, ഇത് പാരഗ്രാഫിൽ ഇതിന്റെ ഡയറക്റ്റ് ആൻസർ ഇല്ല, പക്ഷേ അത് ഒരു കണ്ടക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. കുട്ടികൾ പലതും ഫാമിലിയിൽ നിന്നാണ് ആദ്യമായി പഠിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് ഫ്രം ദി പാസേജ് വിച്ച് സ്റ്റേറ്റ്സ് എ കീ ഫീച്ചർ ഓഫ് ഫാമിലി ലൈഫ് ഇൻ ദി പാസ്റ്റ്. കഴിഞ്ഞ കാലത്തെ കുടുംബജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ പറയുന്ന ലൈൻ ഏതാണ്? Families were isolated from one another. Children were less independent and more dependent to their parents. There was harmony between generations and children loved living with their cousins. Parents never argued with their children. Okay, clear ആണ്. ഓപ്ഷൻ സി ആണ് വരിക. ജനറേഷൻസിലെ ഹാർമണി ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. കുട്ടികൾ അവരുടെ കസിൻസ് വെച്ചാൽ ക്ലോസ് റിലേറ്റീവ്സ് അല്ലാത്ത ആളുകൾ, റിലേറ്റീവ്സ് ആയിട്ടുള്ള എല്ലാവരുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കോമൺ കംപ്ലൈന്റ് ഹേർഡ് ഫ്രം പേരൻസ് ഈ ന്യൂക്ലിയർ ഫാമിലീസ് ഇസ് ദാറ്റ്. ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നും പേരൻസിൽ നിന്നും ന്യൂക്ലിയർ ഫാമിലിയിലെ പേരൻസിൽ നിന്നും സ്ഥിരമായി കേൾക്കുന്ന കംപ്ലൈന്റ് എന്താണ്? Children demand too much freedom and independence. Children spend too much time studying. Children spend enough time with family. Children respect their elders. Okay, ഓപ്ഷൻ എ തന്നെയാണ്. കുട്ടികൾ ടു മച്ച് ഫ്രീഡം, ഇൻഡിപെൻഡൻസ് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പാരഗ്രാഫിൽ പറയുന്നത്. Okay, what does the passage imply about family differences in the past? They were ignored and unresolved. They were often settled through arguments. They were resolved harmoniously. They were never allowed to occur. ഇപ്പോൾ ഫാമിലി കുടുംബത്തിലുണ്ടാകുന്ന ഡിഫറൻസസിനെ, അഭിപ്രായ വ്യത്യാസങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്നാണ് പാരഗ്രാഫ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. They were resolved harmoniously. ഒരു സമാധാനപരമായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി അതൊക്കെ പരിഹരിച്ചിരുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഷുഡ് ചിൽഡ്രൻ ടുഡേ ബി ഹാൻഡിൽ? ഇന്നത്തെ കാലത്തെ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? വിത്ത് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, tactfully to bridge generation gap by giving them complete freedom, by discouraging any form of independence. Okay, ഇവിടെ ഓപ്ഷൻ ബി ആണ്. ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു ബ്രിഡ്ജ് ചെയ്യുക മീൻസ് കണക്ഷൻസ് ഉണ്ടാക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ അതിനെ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ പോസിബിൾ റീസൺ ഫോർ ഡിഫിക്കൽട്ടീസ് പേരൻസ് ഫേസ് ടുഡേ? എന്താണ് മാതാപിതാക്കൾ ഇന്നത്തെ കാലത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസിന്റെ ഒക്കെ ഒരു കാരണം എന്താണ്? The increasing number of nursing homes, parents' failure to maintain strong family bonds and values, the lack of resources in modern society, the growing respect for elders in society. Okay, parents face ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് അവർ ഫെയിലർ ആണ് ടു മെയിൻറ്റെയിൻ സ്ട്രോങ് ഫാമിലി ബോണ്ട്സ് ആൻഡ് വാല്യൂസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദി പാസേജ് റിഗാർഡ് ആസ് എ ബേസിക് നീഡ് ഫോർ എ ഗ്രോയിങ് യൂത്ത്? ഒരു വളർന്നു വരുന്ന ഒരു യുവതലമുറയ്ക്ക് വേണ്ട അടിസ്ഥാനപരമായ ആവശ്യമായിട്ട് പാസേജ് പറയുന്നത് എന്താണ്? വെൽത്ത് ആൻഡ് മെറ്റീരിയൽ പൊസഷൻസ്, ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്,
ഫാമിലി, ലവ്, കെയർ ആൻഡ് ബോണ്ടിങ്, ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസ്. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഫാമിലി, ലവ്, കെയർ ആൻഡ് ബോണ്ടിങ് ആണ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് എ പാസേജ് സ്റ്റാൻഡ്സ് ഓൺ മീറ്റിംഗ് ചിൽഡ്രൻസ് ഡിമാൻഡ്? കുട്ടികളുടെ ഡിമാൻഡ്സ് അംഗീകരിക്കാൻ എന്താണ് ഈ പാസേജ് പറയുന്ന ഒരു ഉപാധി? Parents should meet all demands without question. Demand should be met സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ചൈൽഡ്സ് വിഷസ്, കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഡിമാൻഡ് നോക്കുക. Parents should ignore demands. Only reasonable demands should be met. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. റീസണബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ഡിമാൻഡ്സ് മാത്രമേ അംഗീകരിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, 10ാമത് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദി പാസേജ്, ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദി സ്റ്റേറ്റ് ഓഫ് ഫാമിലി ലൈഫ് ടുഡേ? ഇന്നത്തെ ഫാമിലി ലൈഫിന്റെ ഈ അവസ്ഥയ്ക്കുള്ള പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ദി ചിൽഡ്രൻ ആർ ബ്ലെയിംലെസ്, പേരൻസ് ഷുഡ് ബി ബ്ലെയിംഡ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഇസ് എ മേജർ ഹാർഡിൽ, ജനറേഷൻ ഗ്യാപ്പ് ക്രിയേറ്റ്സ് ദി റിഫ്റ്റ്. എന്താണ് കാരണം? ഓക്കെ, ഇത് കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ പാരഗ്രാഫിൽ പറയുന്നത് ഈ ഒരു മീൻസ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പേരൻസ് ആണ് എന്നാണ് പാരഗ്രാഫ് പറയുന്നത്. ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് ഹിൻസ് പറയുന്ന കൂട്ടത്തില് പറഞ്ഞിരുന്നു, പേരൻസ് ഷുഡ് ബി ബ്ലെയിംഡ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ആശയപരമായി ഇതിൽ പലതും ശരിയാണ്, എന്നാൽ പാരഗ്രാഫിന്റെ ഒപ്പീനിയൻ പരിശോധിച്ച് നോക്കുമ്പോൾ പേരൻസ് ഷുഡ് ബി ബ്ലെയിംഡ് എന്നുള്ളതാണ് വരിക. അത് കറക്റ്റ് ഈ ഒരു ടേം തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലെയിംഡ്, പേരൻസ് ഷുഡ് ബി ബ്ലെയിംഡ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 51. The trainer told a humorous story to break the ice and help everyone feel more at ease. The sentence implies the trainer told, trainer എന്ത് ചെയ്തു? ഒരു ഹ്യൂമറസ് സ്റ്റോറി പറഞ്ഞു. എന്തിനു വേണ്ടി? ടു ബ്രേക്ക് ദി ഐസ് ആൻഡ് ഹെൽപ്പ് എവരിവൺ ഫീൽ മോർ ഈസ്. അപ്പൊ എന്താണ് ഈ ബ്രേക്ക് ദി ഐസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ള നമുക്കറിയാം, ഹെൽപ്പ് എവരിവൺ ഫീൽ മോർ അറ്റ് ഈസ്, എല്ലാവർക്കും ഒരു എളുപ്പം തോന്നാം. അപ്പൊ എന്താണ് ഈ ബ്രേക്ക് ദി ഐസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, ട്രെയിനർ യൂസ് ഹ്യൂമർ ടു മേക്ക് പീപ്പിൾ ഫീൽ അൺകംഫർട്ടബിൾ. അൺകംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് തമാശ പറഞ്ഞു, ശരിയല്ല. ദി ട്രെയിനർ ടോൾഡ് എ ബോറിംഗ് സ്റ്റോറി ടു ഹെൽപ്പ് പീപ്പിൾ. ഓപ്പൺ അപ്പ്, ബോറിംഗ് സ്റ്റോറി പറഞ്ഞു എന്നല്ല. ദി ട്രെയിനർ ഷെയർഡ് എ ഫണ്ണി സ്റ്റോറി ടു റെഡ്യൂസ് ടെൻഷൻ. അപ്പോൾ ഒരു മീറ്റിംഗിൽ ആദ്യമായിട്ട് സംസാരിക്കുന്ന ആള് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള ആൻസൈറ്റിയും ടെൻഷനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു സെഷനാണ് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഫണ്ണി സ്റ്റോറീസ് ആകട്ടെ, എന്തെങ്കിലും അനുഭവങ്ങളാകട്ടെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആളുകളെ കൂടി ഈ പ്രോഗ്രാമിന്റെ ഒരു ഡിസ്കഷനിലേക്ക് ഭാഗമാക്കുക എന്നുള്ളതാണ് ഐസ് ബ്രേക്കിംഗ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. The man decided to give up smoking because of his wife's pregnancy. വൈഫ് പ്രഗ്നന്റ് ആയപ്പോഴേക്കും അയാൾ സ്മോക്കിംഗ് ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്താണ് ഗിവ് അപ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ന്യൂ, ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്, to increase the amount of something, to give away something to others. Okay, give up എന്ന് പറഞ്ഞാല് ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ആണ്. പലപ്പോഴും പലരോട് പറയാറുള്ള ഡോണ്ട് ഗിവ് അപ്പ്, തോൽക്കരുത്, നിർത്തരുത്, കണ്ടിന്യൂ. ജീവിതത്തിൽ പല പ്രയാസങ്ങൾ ഉണ്ടായാലും കണ്ടിന്യൂ എന്നാണ്. ഇവിടെ നോർമലി നമുക്ക് മനസ്സിലാവും ഒരു നെഗറ്റീവ് മീനിങ്. അത് മീൻസ് വൈഫിന് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഇയാള് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ആരുടെയൊക്കെ ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി സെന്റൻസസ് ഇസ് ഗ്രാമറ്റിക്കലി കറക്റ്റ്? താഴെ പറയുന്നതിൽ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? They was very tired after a long journey. The buildings is tall and majestic. The old lady don't like to go to the park on Sundays. The alley is under construction. ഏതാണ്? ഒന്നാമത്തേതിൽ എന്താണ് തെറ്റ്?
വേറെ അതേ വാസ് പറയില്ല. രണ്ടാമത്തേലോ ബിൽഡിങ്സ് ബിൽഡിങ്സ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഈസ് എന്നല്ല പറയാ, ആർ എന്നാണ് പറയാ. മൂന്നാമത്തെ സെന്റൻസ് ഇതിലുണ്ടോ? ഓൾഡ് ലേഡി ഡസ്. ഓൾഡ് ലേഡി സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഡു ഉപയോഗിക്കുക, ഡസ് ആണ് ഉപയോഗിക്കുന്നത്. ഓൾഡ് ലേഡി ഡസിൻ ലൈക്ക് ടു ഗോ ടു ദി പാർക്ക് എന്നാണ് വരേണ്ടത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദി ആർ ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ. അടുത്ത ദിവസം നോക്കാം. ആർ ദി ബോയ്സ് പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്? ദി മാസ്റ്റർ ആസ്. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് അസ്. റിപ്പോർട്ട് സ്പീച്ചിൽ ഒരൊറ്റ ക്വസ്റ്റ്യനെ വന്നിട്ടുള്ളൂ. എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുക? ദി മാസ്റ്റർ asked whether the boys are playing in the ground. The master inquired if the boy is playing in the ground. The master asked if the boys were playing in the ground. The master asked us if whether the boys were playing in the ground. ഇവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എന്നുള്ളത് അടുത്ത ഒരു അതിന്റെ ലെവലിലേക്ക്, മീൻസ് ആർ വേറാകും എന്നുള്ളതാണ് ബേസിക്കലി മനസ്സിലാക്കുക. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാല് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ശരിയല്ലല്ലോ. ആർ പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട് എന്നാണ്. ആർ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആവുന്നുള്ളൂ. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പാസ്റ്റ് ടെൻസിലേക്ക് പോകണം. ആറ് പ്രസന്റ് ടെൻസ് ആണ്, അപ്പോൾ അത് കറക്റ്റ് ആവില്ല. രണ്ടാമത്തേത് മാസ്റ്റർ എൻക്വയർഡ് ഇഫ് ദി ബോയ്, അവിടെ ബോയ്സ് എന്നാണ്. നമുക്ക് ഒരിക്കലും ഒരിടത്ത് ബോയ്സ് എന്ന് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബോയ് ആകാൻ പാടില്ല, ആശയപരമായിട്ട് തെറ്റാണ്. The master asked if the boys were playing in the ground. Boys were are എന്നുള്ളത് വേറെ ആയി, past tense ആയി. ഓപ്ഷൻ ഡി നോക്കാം. The master asked if whether ഒരുമിച്ച് ഉപയോഗിക്കൂല. So option C is correct. സാർ റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിച്ചിട്ടില്ലല്ലോ ക്ലാസ്സിൽ. റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? ഇത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞു സാർ. ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, ഇത്തവണ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ഇപ്പൊ പ്രസന്റ് ആണെങ്കിൽ അത് പാസ്റ്റ് ആവും, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓക്സിലറി വെർബ്സ് ശ്രദ്ധിക്കുക. അത് കാറ്റഗറി 3ക്ക് ഒരു ഇത്ര ഗ്രാമർ, 4ന് ഇത്ര ഗ്രാമർ അങ്ങനെയൊന്നും ഇല്ലല്ലോ, തോന്നിയ പോലെ വരില്ലേ? ഇല്ല, 3 വളരെ എളുപ്പമായിട്ടാണ് 4നെ അപേക്ഷിച്ച് ഉണ്ടാവുക. കാരണം പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് തന്നെ 10 ഉണ്ട്, അപ്പൊ അത് അതിൽ പോവും. ബാക്കി ഇങ്ങനെ ഗ്രാമറ്റിക്കലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ കണ്ടത് കാറ്റഗറി 4നെ അപേക്ഷിച്ച്. ഡിഫറൻസ് ഉണ്ടോ? എങ്ങനെ? ഇഫും വെതറും തമ്മിലുള്ള വ്യത്യാസം ഒരേപോലെ തന്നെ അല്ല അർത്ഥം വരുന്നത്? ഒരേപോലെ തന്നെ. അതെ അതെ അതെ. ഓക്കെ, നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദി വേർഡ് cannot replace rude. The waiter was kind but the customer was quite rude. Waiter kind ആയിട്ടുള്ള ആളായിരുന്നു, കസ്റ്റമർ റൂഡ്. അപ്പൊ റൂഡിനെ പകരം ഉപയോഗിക്കാൻ കഴിയാത്ത വേർഡ് എന്നാണ്. അപ്പൊ റൂഡിന് ഓപ്പോസിറ്റ് മീനിങ് ഉള്ള. അപ്പൊ cannot എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റൂഡിന്റെ സിമിലർ മീനിങ് ഉള്ളതല്ല വേണ്ടത്, റൂഡിന് ഓപ്പോസിറ്റ് മീനിങ് ഉള്ളതാണ് വേണ്ടത്. സിമ്പിൾ ആണ്, നമ്മളൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. റെസ്പെക്ട്ഫുൾ, ഇംപൊളൈറ്റ്, അരഗന്റ്. അരഗന്റ് എന്ന് വെച്ചാൽ റൂഡ് എന്നാണ്, ദേഷ്യക്കാർ അല്ലെങ്കിൽ അഹങ്കാരി എന്നൊക്കെയാണ് അർത്ഥം. അൺപ്ലസന്റ്, പ്ലസന്റ് എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളത്, അൺപ്ലസന്റ് ഒരു ഒരു എന്താ പറയാ, സുഖമില്ലാത്തത്. നമുക്ക് എ ആണ് ആൻസർ. ഓക്കെ, ഇത് സി ആ വന്നിട്ടുള്ളത് അല്ലെ? ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. അങ്ങനെ തെറ്റായിട്ട് വരൂലേ ചിലപ്പോക്കെ? വരാം. അപ്പൊ നമുക്ക് അത് ചലഞ്ച് ചെയ്യാം. ആൻസർ കാണണം. നമുക്കത് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഒന്ന് തിരുത്തിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ. അല്ല എക്സാമിനെല്ലാം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? അല്ല എക്സാമിന് ഇപ്പം ചാലഞ്ച് ചെയ്യാം. ചലഞ്ച് ചെയ്യാം, ആൻസർ ചലഞ്ച് ചെയ്യാം. അങ്ങനെ പറഞ്ഞാല് ക്വസ്റ്റ്യൻസ് പ്രൊവിഷണൽ ക്വസ്റ്റ്യൻ ആദ്യം പബ്ലിഷ് ചെയ്യും. ആ അതിന് കൂടെ തന്നെ നമുക്ക് ആൻസർ കീയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉം. പറയാനുള്ള ഒരു ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ സർ, താങ്ക് യു. അപ്പോ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മളത് നോക്കിയിട്ട് അപ്പോൾ 1-2 ആളുകൾ എന്ത് ചെയ്യുക, 1-2 അല്ല, പരമാവധി ആളുകൾ ചലഞ്ച് ചെയ്യുക. ടെറ്റിന് എന്താ വെച്ചാൽ ഫീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സാരമില്ല, അത് സാരമില്ല. നമ്മളെന്ത് അല്ല അതെന്തായാലും നമുക്കത് ചെയ്യുന്നത് നല്ലത്. PSCക്ക് ഇങ്ങനെ ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്, ചലഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെ? ദി ഗ്രൂപ്പ് ഡാഷ് എക്സൈറ്റഡ് അബൌട്ട് ദി അപ്കമിങ് ട്രിപ്പ്. വേറല്ലേ ഓക്കെ, ഒരു ചെറിയ 15 സെക്കൻഡ് ക്ലാസ് ഒന്നും പറയല്ല. ഒന്ന് കമന്റ് ചെയ്യാം. ഇവിടെ ആൻസർ വിളിച്ചു പറയല്ലേ. ആൻസർ നമ്മള് സാറിങ്ങനെ പറയുന്നോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൽ കൊടുക്കായിരുന്നു, ചാറ്റിൽ ചെയ്യലുണ്ടായിരുന്നു. ഓക്കെ, സാറിനായിട്ട് ഡയറക്റ്റ് സംസാരിക്കുമ്പോ കുറച്ചും കൂടി ക്ലിയർ ആവുന്നു. ഓക്കെ ഓക്കെ, ഇത് ഗ്രൂപ്പ് സോറി. ഗ്രൂപ്പ്സ് എന്നല്ല വന്നത്, ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ്. അപ്പൊ സിംഗുലർ ആയിട്ടാണ് വരിക. ഗ്രൂപ്പ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസ് ആയിരിക്കും, പ്രസന്റിലല്ല വരിക. ഓക്കെ, എക്സൈറ്റഡ് പാസ്റ്റ് ആണ്. ഗ്രൂപ്പ് എന്ന് സിംഗുലർ, നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയും. ഗ്രൂപ്പ് എന്നൊരു കൂട്ടം മനുഷ്യന്മാരെ പറയുന്നതാണ് ഗ്രൂപ്പ് എപ്പോഴും ദി ഗ്രൂപ്പ്സ് എന്നാണ് വന്നിരുന്നെങ്കിൽ പ്ലൂറൽ ആവുള്ളൂ. ഒരു ഗ്രൂപ്പാണ് ഇവിടെ. ദി ഗ്രൂപ്പ് മീൻസ് വൺ സ്പെസിഫിക് ഗ്രൂപ്പ് എന്നാണ്. സോ വാസ് ഇസ് കറക്റ്റ്. ഇപ്പൊ വേറാണോ വേറിന്റെ ആണോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. മീൻസ് വാസ് ആകാം, വാസ് നോട്ട് ആകാം, വാസിന്റെ ആകാം, എന്നാലും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ നോട്ട് വന്നിട്ടില്ല. ഓക്കെ, ദി ക്രൗഡ് എൻജോയ്ഡ് ദി പെർഫോമൻസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ കൊടുക്കുക? അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് നമുക്കൊരു ഓക്സിലറി വെർബ് എടുക്കണം. ഇതിന്റെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് പോസിറ്റീവ് ആണോ? ഒരു സെന്റൻസിൽ നോ, നോട്ട്, നെവർ ഇങ്ങനെയൊന്നും വന്നിട്ടില്ലെങ്കിൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. അതപ്പോ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എയും സിയും വരില്ല. പിന്നുള്ളത് ബിയും ഡി ആണ്. സോ ഇവിടെ ഡിയില് ആർ എന്നൊരു ഓപ്ഷൻ വരാൻ ഒരു സാധ്യതയില്ല, കാരണം അങ്ങനെ. സോ ഓപ്ഷൻ ബി ഡിഡ്. എൻജോയ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. എൻജോയ്ഡ് അതിൽ ഡിഡ് ആണ് ഉണ്ടാവുക. എൻജോയ് എന്ന് പറഞ്ഞാൽ ഡൂവും, എൻജോയ്സ് എന്ന് പറഞ്ഞാൽ ഡസും, എൻജോയ്ഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് ആണ്. സോ ഡിഡിൻ ദേ is the answer, option B. Okay, identify the news headlines which relates to an environmental agenda. ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട, അത് റിലേറ്റ് ചെയ്യുന്ന ന്യൂസ് ഹെഡ്ലൈൻ കൂട്ടത്തിൽ ഏതാണ്? ഗ്ലോബൽ ലീഡേഴ്സ് gather for historic climate summit in Paris. Tech giants report record profits amid rising consumer demand. Local community rallies to support flood victims in small towns. World Cup qualifier, Brazil triumphs over Argentina. ഇത് വളരെ ക്ലിയർ ആണ്. ഓപ്ഷൻ എ ആണ്, ഹിസ്റ്റോറിക് ക്ലൈമറ്റ് സബ്മിറ്റ്. എൻവയോൺമെന്റ് ക്ലൈമറ്റ് കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. രണ്ടാമത് പറഞ്ഞത് ഒരു കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് ഫണ്ട് റൈസിങ് ചെയ്യുന്ന ഒരു കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്നാമത് പറഞ്ഞത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഫ്ലഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്.
ഒരു എൻവയോൺമെന്റൽ അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലാൻ വെച്ചിട്ടുള്ള ഡിസ്കഷനാണ് അജണ്ട എന്ന് പറയുന്നത്. ഇവിടെ ലോക്കൽ കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു, ഫ്ലഡ് വിക്ടിംസിനെ സഹായിക്കാൻ വേണ്ടി അവർ വന്നു എന്നുള്ള പറയുന്നത് ഒരു അജണ്ട അല്ല, അതൊരു പ്രവർത്തനമാണ്. മീൻസ് വർക്ക് ആക്ഷൻ. വേൾഡ് കപ്പ് ക്വാളിഫയർ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. വൺ among the words given is correctly spelled. ഈ തന്നിട്ടുള്ളതിൽ ഒരു വേർഡ്, വൺ among the word, ഒരെണ്ണം മാത്രമാണ് ശരി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് മുന്നേ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോകാൻ കഴിയുന്നതല്ല. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ചോദിക്കാതെ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് വാക്കുകളാണ് ഇംഗ്ലീഷിലുള്ളത്. സോ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമേ ഇത് ആൻസർ ആയി കഴിയൂ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെപ്പറേറ്റ്ലി ആണ്. ഒക്കെ ഇവിടെ ഒരു 2 6 വേണ്ടി വരൂല്ലേ സാറേ? ഒക്കേഡിന്റെ സ്പെല്ലിംഗ് എന്താ? 2 CU ഡബിൾ R വേണ്ടി വരൂല്ലേ? അതെ, OCCURRED ആണ് ഒക്കേഡ്. പിന്നെ ഇനി മറക്കൂല. എന്താണ് സൂപ്പർ? നടക്കൂല, ഇനി മറക്കൂല. അല്ലേ? സൂപ്പർ സീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ സീഡ് നമ്മൾ സൂപ്പർവൈസ് എന്നൊക്കെ പറയുന്ന നല്ലൊരു നേതൃത്വം ഏറ്റെടുക്കുന്നുള്ളതാണ്. അത് SCD ആണ്. സൂപ്പർ SUPER SCD ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇത് കറക്റ്റ് അല്ല. പക്ഷെ സൂപ്പർ സീഡ് CED എന്നല്ലേ? CED തെറ്റാണ്. ഇവിടെ തന്നിരിക്കുന്ന തെറ്റാണ്. SCEDE ആണ് കറക്റ്റ്. ഡെഫിനറ്റ്ലി NE ആണോ? ഡെഫിനിറ്റ്ലി NI അല്ലേ? NI ആണ്. ഡെഫിനിറ്റ്ലി അവിടെ ഐക്കാണ് അതിന്റെ സ്ട്രെസ് തന്നെ കൊടുക്കുക. ഡെഫിനിറ്റ്ലി സ്ട്രെസ് അല്ല. അവിടെ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്ന ഒരു വേർഡ് കൂടിയാണ് ഡെഫിനിറ്റ്ലി. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് നമുക്ക് എന്തെങ്കിലും കഴിയില്ല, പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു ഏരിയ അല്ല. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ വരും. ദി വേർഡ് അക്കോമഡേറ്റീവ് ഹാസ് സിലബിൾസ്. ഓൾറെഡി നമ്മൾ സിലബിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സിലബിൾ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് എ സിലബിൾ? അത് നമ്മളെ ഫോണിക്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ സാറേ? ഫോണറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. സിലബിൾ എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട് വവൽ സൗണ്ടുമായി ഒരു യൂണിറ്റിനെയാണ് സിലബിൾ എന്ന് പറയാം. അതിനോട് കൺസണന്റ് സൗണ്ട്സ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഒരു സിലബിൾ എപ്പോഴും ഒരു വവൽ സൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ പറഞ്ഞു വാട്ടർ എന്ന് പറയുന്നതിൽ 3 സിലബിൾ ആണ് ഉണ്ടാവുക. 2 സിലബിൾ. വാട്ടർ 2 സിലബിൾ. ഇൻഫെർണോയിൽ 3 സിലബിൾ. ഇൻഫെർനോ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഇവിടെ ഫസ്റ്റ് സൗണ്ട് അക് എന്നുള്ളതാണ്. സോ അക് 1. സെക്കൻഡ് സൗണ്ട് കോ സൗണ്ട്, അക് കോ. തേർഡ് വൺ മോ. ഫോർത്ത് വൺ ഡേ. ലാസ്റ്റ് വൺ ടീവ്. അക്കോമഡേറ്റീവ് എന്ന് പറഞ്ഞാൽ 5 സിലബിൾ ആണ് വരിക. അക് കോ മോ ഡേ ടീവ്. ഇങ്ങനെ പറഞ്ഞു തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം സിലബിൾ വവലുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വേർഡ് കിടക്കുന്നത്. അത് അങ്ങനെ മുറിച്ച് പറഞ്ഞു നോക്കാൻ വേണ്ടി. അതെ, അതായത് വവൽ സൗണ്ട് വെച്ചിട്ട് വേണം പറഞ്ഞു നോക്കാം. അപ്പൊ എന്നിട്ട് അക്കോ അക്ക് എന്നുള്ളതില് സൗണ്ട് ഉണ്ട്. ആ കോ എന്ന് പറയുന്നത് ഓ സൗണ്ട് ഉണ്ട്. ആ മോ എന്നുള്ളതിൽ ഓ സൗണ്ട് ഉണ്ട്. ആ ഡേ എന്നുള്ളത് എ സൗണ്ട് ഉണ്ട്.
ടി എന്നുള്ള ഈ സൗണ്ട് ഉണ്ട്. ഇവിടെ ലാസ്റ്റ് ഈ പരിഗണിക്കുക. അങ്ങനെ ഓരോ പാട്ടിലും എത്ര ഉണ്ട് നോക്കുക അല്ലേ? അതെ അതെ. ഇപ്പൊ വേർഡ് എന്ന് പറയുന്നത് വേർഡിൽ എത്ര സിലബിൾ ഉണ്ട്? 3 അല്ലേ? വേർഡിലോ? ഒന്നുള്ളൂ. ഒന്നുള്ളല്ലോ. വേർഡ് വൺ സൗണ്ട്. അപ്പൊ കോൺസ്റ്റന്റ് സൗണ്ട് ആണെങ്കിൽ അങ്ങനെ എന്താ പറയാ? സിലബിൾ അല്ലേ? എങ്ങനെ? കോൺസ്റ്റന്റ് സൗണ്ട് ഉണ്ടാവില്ലേ വ്യഞ്ജനാക്ഷരങ്ങളുടെ? അത് കൺസണന്റ് സൗണ്ട്സ് നമ്മൾ പരിഗണിക്കൂല. വൊവൽ സൗണ്ടിനോട് ചേർന്ന് കൺസണന്റ് സൗണ്ട് വരിക എന്നുള്ളേ ഉള്ളൂ. വൊവൽ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് സിലബിൾസ് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ സിലബിൾസ് എന്ന് പറയുന്നതിൽ എത്ര സിലബിൾസ് ഉണ്ട്? രണ്ടോ? രണ്ട്. എന്ന് പറഞ്ഞു. 3 അല്ലേ? സി ല ഓക്കെ ഫൈൻ. സാറ് വേർഡ് എന്നുള്ളത് ലാസ്റ്റ് ഈ ആണോ? സാറേ സിലബിൾ എന്നുള്ളതിൽ രണ്ടെണ്ണല്ലേ അല്ലെ മൂന്നോ? സിലബിൾ രണ്ടല്ലേ ഉള്ളൂ. മൂന്ന്. അപ്പൊ എന്നുള്ളതിലോ മൂന്നാമത്തേല്? ഈയുടെ ഒരു പ്രൊണൗൺസിയേഷൻ അവിടെ വരുന്നുണ്ട്. പറഞ്ഞപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ ആയല്ലോ. നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ വന്നാലേ നമുക്ക് ആൻസർ ചെയ്യാം. ഇത് നമുക്ക് ഏകദേശം ആൻസർ ചെയ്യാം, കുഴപ്പമില്ല. ഇത് വവൽ സൗണ്ട് നോക്കിയാൽ മതി. ഇപ്പൊ സിലബിൾ സി ഒന്നാണ്, ല ഒന്നാണ്, സിലബ് എന്നാണ്, ലാബ് സിലബ്, അവിടെയാണ് കൺഫ്യൂഷൻ. സി ഒന്ന്, ല ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സീൽ ല മൂന്നെണ്ണം കേട്ടോ. വവൽ സൗണ്ട് ഇപ്പൊ ഈ വവലാണല്ലോ അതിന്റെ കൂടെ ചേർത്ത്. അക്കോമഡേറ്റീവിന് ബി ഇ നല്ല പ്രൊണൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അക്കോമഡേറ്റീവ് എന്ന് വരിക ഒരു എഫ് ആണ് വരിക. ഇപ്പൊ 5 എന്നാണ് പറയാ. 5 ഒരു എഫ് പോലെയാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ വരിക. 5 അല്ല, 5 എന്നല്ല പറയാ, 5. അക്കോമഡേറ്റീവ്. ഓക്കെ, സോ ഇതില് 5 സിലബിൾ ആണ് അക്കോമഡേറ്റീവിലുള്ളത്. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് നോക്കാം. ഐ ഡാഷ് ആൻ ഓൾഡ് ഫോട്ടോ ആൽബം വൈൽ ക്ലീനിങ് ദി കപ്ബോർഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഐ ഡാഷ് ആൻ ഓൾഡ് ഫോട്ടോ ആൽബം, പഴയ ഒരു ഫോട്ടോ ആൽബം. came across, came over, came in, came along. ഓക്കെ, ഇത് ഫ്രേസൽ വെർബ്സ് ആണ്. കെയിമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദിക്കാറുണ്ട്. ഗിവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന പോലെ തന്നെയാണ് കെയിമുമായിട്ട്. ഇതിന്റെ ആൻസർ കെയിം എക്രോസ് എന്നാണ്. എന്താണ് ഇത് ഓരോന്ന് നോക്കാം. കെയിം എക്രോസ് മീൻസ് ടു ഫൈൻഡ് സംതിങ് ഓർ സംവൺ അൺഎക്സ്പെക്റ്റഡ്ലി ഓർ ബൈ ചാൻസ്. ഇതിനെയാണ് കെയിം എക്രോസ് എന്ന് പറയാം. കെയിം ഓവർ മീൻസ് ടു വിസിറ്റ് സംവൺസ് ഹൗസ്. ഒരാളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയോ ഒന്ന് വിസിറ്റ് ചെയ്യുന്നതാണ് കെയിം ഓവർ എന്ന് പറയാം. കെയിം ഇൻ, നമ്മൾ കം ഇൻ എന്ന് പറയില്ലേ, മേ ഐ കം ഇൻ മീൻസ് ടു എൻ്റർ എ പ്ലേസ്. ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനാണ് കം ഇൻ. കം അലോങ് എന്ന് പറഞ്ഞാൽ ടു അക്കമ്പനി സം, ഒരാളുടെ കൂടെ വരുന്നതിനാണ് കം അലോങ്. ഒരാൾ വ്യക്തി തന്നെ ആവണമെന്നില്ല. ഒരു കപ്പ് വാങ്ങുമ്പോൾ ഒരു സ്പൂൺ ഫ്രീ ആണെങ്കിൽ ദി സ്പൂൺ കം അലോങ് വിത്ത് ദി കപ്പ് എന്ന് പറയാം. കപ്പിന്റെ കൂടെ വന്നാണ് സ്പൂൺ എന്ന് പറയാം. മീൻസ് ഫ്രീ ആയിട്ട് വന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കുക. ഐ വിഷ് ഐ കുഡ് ഡാഷ് മീൻസ് റൺസ് ഫാസ്റ്റർ ദാൻ എനിവൺ എൽസ്, ran faster than anyone else, running faster than anyone else, run faster than anyone else. ഇത് പ്യൂർലി ഗ്രാമർ ആണ്. ഐയുടെ കൂടെ എന്താ വരിക? ഐയുടെ കൂടെ ഒരിക്കലും റൺസ് എന്ന് വരില്ല. ഇവിടെ റൺസ് വരില്ല, റണ്ണിങ് വരില്ല. രണ്ടും എന്ത് ചെയ്യില്ല, വരില്ല. അത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഐയുടെ കൂടെ ഒരിക്കലും ഐ റൺസ് എന്ന് വരില്ല, ഐ റണ്ണേ വരുള്ളൂ. ഐ റണ്ണിങ് എന്നും വരില്ല, അല്ലെങ്കിൽ ഐ ആം റണ്ണിങ് എന്നോ ഐ വാസ് റണ്ണിങ് എന്നോ അങ്ങനെയൊക്കെ വരുള്ളൂ. ഓക്കെ, ഇനി ഇതെന്താണ്? ഡി
ഇത് ഒരു ഫ്യൂച്ചർ ടെൻസ് ആണ്. സോ റാന് വരില്ല. പാസ്റ്റ് ടെൻസ് ആണ് റാൻ ഉപയോഗിക്കുക. കുഡിന്റെ കൂടെ ഒക്കെ എപ്പോഴും ബേസ് ഉപയോഗിക്കുള്ളൂ. നമ്മൾ കുഡ് ഇങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ മോഡൽ ഓക്സിലറി വെർബ്സ് എന്നാ പറയാം. കുഡ്, ഷുഡ്, വുഡ് ഇങ്ങനെയൊക്കെ ഉള്ള മോഡലിന്റെ കൂടെ എപ്പോഴും പ്രസന്റ് ടെൻസിന്റെ മീൻസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കുഡ്, റൺ എന്നേ പറയുള്ളൂ. കുഡ്, വുഡ്, ഷുഡ് ഇതൊക്കെ മൈറ്റ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. മോഡൽ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് 2 തരമുണ്ട്. അതിലൊന്നാണ് മോഡൽ, നോർമൽ. നോർമൽ മീൻസ് നമ്മുടെ ആമീസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ് ഇതൊക്കെയാണ് നോർമൽ. മോഡൽ ഓക്സിലറി വെർബ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ വേണ്ടി ഉപയോഗിക്കുന്ന അതുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. സോ മോഡൽ ഓക്സിലറി വെർബ്സിന്റെ കൂടെ എപ്പോഴും സിംഗുലർ മീൻസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് ആണ് ഉപയോഗിക്കുക. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കാം, ഒന്ന് മറക്കരുത്. ഓക്കെ, ദാറ്റ്സ് എ പ്രോവർബ്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നെവർ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ്. ശരിയാവില്ലല്ലോ. ഓക്കെ, സിമ്പിൾ ഇതാണ്. ഓക്കെ, ബി പേഷ്യന്റ് ആൻഡ് വെയിറ്റ് ഫോർ റിസൾട്ട്സ് ബിഫോർ മേക്കിംഗ് പ്ലാൻസ്. ഇപ്പം ഒരു എന്താ പറയാ, നല്ല പേഷ്യന്റ് ആയിരിക്കുക, കൂളായിരിക്കുക. വെയിറ്റ് ഫോർ ദ റിസൾട്ട് ബിഫോർ മേക്കിംഗ് പ്ലാൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മേ ഐ ടേക്ക് എ സീറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആണ്. മേ ഐ ടേക്ക് എ സീറ്റ് ചെറിയ കുട്ടികൾക്ക് പോലും ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ബി ആണല്ലോ. ബി. ടേക്ക് എ സീറ്റ് എന്ന് പറഞ്ഞാല് കസേര എടുത്തുകൊണ്ട് പോട്ടെ എന്നല്ല, ഒന്ന് ഇരുന്നോട്ടെ എന്നാണ്. മുമ്പത്തെ ആൻസർ ഒന്ന് കാണിക്കാമോ സാറേ? മുമ്പത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബി പേഷ്യന്റ്. ഒന്ന് ഫുൾ എഴുതിയെടുക്ക. ചിലത് അത്യാവശ്യം എഴുതുന്നുണ്ട്. നല്ലത്. ഓക്കെ ആണോ? കഴിഞ്ഞോ? യെസ് സർ. ഓക്കെ, സോ ഇവിടെ എന്താണ്? ദി സ്പീക്കർ ഈസ് ആസ്കിംഗ് ഫോർ പെർമിഷൻ ടു സിറ്റ് ഡൗൺ. ഇരിക്കാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്നതിനാണ് മേ ഐ ടേക്ക് എ സീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദി ചെഫ് പ്രിപ്പേഴ്സ് ഡെലീഷ്യസ് മീൽസ് എവറി ഈവനിങ്. ദി പാസീവ് ഫോം ഓഫ് ദി സെന്റൻസ്. ഇത് ആക്റ്റീവ് ഫോമിലാണ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയും. കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം മലയാളത്തില്. അപ്പൊ രാവണനെ കൊന്നു, അതാണ് ആക്റ്റീവ് വോയിസ്. ഇത് തിരിച്ചെന്താക്കണം? കൊന്നു എന്ന കർമ്മത്തെ ബേസ് ചെയ്ത് വരണം. അപ്പൊ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ഇതിലെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാല് സബ്ജക്റ്റ് മാറി ഒബ്ജക്റ്റ് സബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് വരും, സബ്ജക്റ്റ് ഒബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് പോകും. നേരെ തിരി. ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ഷെഫ്. ഷെഫാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഷെഫ് ഒബ്ജക്റ്റ് ആവണം. അപ്പൊ ഇവിടെ ഏതാണ് ഒബ്ജക്റ്റ്? എവറി ഈവനിങ്. എങ്ങനെ ഒബ്ജക്റ്റ് ആവുക? ഡിലീഷ്യസ് മീൽസ്. മീൽസ് ആണ്. അപ്പൊ ഡെലീഷ്യസ് മീൽസ് സബ്ജക്റ്റ് ആയിട്ട് വരണം. ഒന്നാമത്തെ നോക്കുക, എവറി ഈവനിങ് ഡെലീഷ്യസ് മീൽസ് പ്രിപ്പയർഡ് ബൈ ദി ഷെഫ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എവറി ഈവനിങ് ഫ്രണ്ടിൽ വരാം, ബാക്കിൽ വരാം, എവിടെ വേണമെങ്കിലും വരാം, അത് പ്രശ്നമൊന്നുമില്ല. ഡെലീഷ്യസ് മീൽസ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ഷെഫ്. അപ്പൊ പ്രിപ്പേഴ്സ് എന്ന് പറയുന്ന മീൻസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് എന്തായി? ഈസ് പ്രിപ്പേർഡ് എന്നായി. ഇനി ഇവിടെ ഡെലീഷ്യസ് മീൽസ് എന്ന് പറയുന്നതിന്റെ കൂടെ ഈസ് പറയോ? ഇല്ല. മീൽസ് പ്ലൂറലാണ്, അതിന്റെ കൂടെ എന്ത് പറയില്ല? ഈസ് പറയില്ല. അതിന്റെ കൂടെ എന്താ പറയാ? ആറാണ് പറയാ. രണ്ടാമത്തെ നോക്കുക, ഡെലീഷ്യസ് മീൽ. അതായത് നമ്മള് സെന്റൻസിലുള്ള പ്ലൂറൽ ആണെങ്കിൽ ഇതിനെ നമുക്ക് സിംഗുലർ ആക്കാൻ ഒരു അധികാരവും ഇല്ല. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു, മീൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞു. നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ
സിംഗുലർ പ്ലൂറൽ ആയി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് മൊത്തത്തിൽ പോകും. അതുകൊണ്ട് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോഴാണെങ്കിലും തിരിച്ച് ആക്റ്റീവ് വോയിസിലേക്ക് ആക്കുമ്പോഴാണ് ഒരിക്കലും നമുക്ക് അതിന്റെ സബ്ജക്റ്റിന്റെ പ്ലൂറാലിറ്റിയെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഡെലീഷ്യസ് മീൽ ഈസ് പ്രിപ്പയർഡ് എന്ന തെറ്റാണ്. കാരണം മീൽസ് എന്നുള്ളതാണ്. പിന്നെ ഈസ് പ്രിപ്പയർഡ് ഓക്കെ, അത് പ്രശ്നമല്ല. പക്ഷെ ഡെലീഷ്യസ് മീൽസ് എന്നതാണ് മീലാക്കിയത്. സോ ദാറ്റ്സ് റോങ്. Then third one, delicious meals are prepared by the chef every evening. അടുത്ത ഡി നോക്കുക. എവറി ഈവനിങ് ദി ചെഫ് പ്രിപ്പേഴ്സ് ഡെലീഷ്യസ് മീൽ. ഇവിടെ ഒരു സബ്ജക്റ്റ് ചേഞ്ച് ആയിട്ടില്ല. ഷെഫ് തന്നെയാണ് സബ്ജക്റ്റ്. ഇവിടെയും ഷെഫ് തന്നെയാണ് സബ്ജക്റ്റ്. അപ്പൊ ഓപ്ഷൻ ഡി നമുക്ക് കൊടുക്കാൻ കഴിയില്ല. എന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഡെലീഷ്യസ് മീൽസ്. അപ്പൊ പ്രിപ്പേഴ്സ് എന്നുള്ളത് എന്തായി മാറും? പ്രിപ്പയർഡ്. അവിടെ എന്തുകൊണ്ട് 6 വന്നു എന്ന് വെച്ചാൽ ഡെലീഷ്യസ് മീൽസ് എന്നുള്ള പ്ലൂറൽ ആയതുകൊണ്ടാണ് 6 വന്നത്. അപ്പൊ വാസ് വരില്ല അല്ലേ? ഈ പ്രിപ്പയർഡ് ഇ ഡി കൊടുക്കും പാസ്റ്റ് ഇല്ല. ഡെലീഷ്യസ് മീൽ ഇത് നമ്മൾ റിപ്പോർട്ട് പാസീവ് വോയിസ് ആക്കുകയാണ്. നമ്മൾ സാധാരണ നോർമൽ സെന്റൻസിനെ പോലെ കാണണ്ട. ഡെലീഷ്യസ് മീൽസ് അതിനാണ് നമ്മൾ 6 കൊടുക്കും. വാസോ വേറോ ആക്കൂല അല്ലെ? ഇല്ല. ഓൾറെഡി ഇവിടെ 6 അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഇത് സിമ്പിൾ പ്രസന്റിലെ ഒരു വേർഡാണ്. ഓക്കെ, നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ്. The sight of the accent was disturbing. Which of the following can be replaced? Disturbing. ആക്സന്റിന്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബിങ്. അപ്പൊ ഡിസ്റ്റർബിങ് എന്ന വേർഡ് ഒഴിവാക്കിയിട്ട് ഇവിടെ ഏത് വേർഡാണ് കൊടുക്കുക? കാമിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരുന്നു, നല്ലതായിരുന്നു, സമാധാനമുള്ളതായിരുന്നു. പ്ലസന്റ് സന്തോഷം, എന്റർടൈൻമെന്റ് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വളരെ സിമ്പിളാണ്. അൺസെറ്റിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥം ആകുന്നത് എന്നാണ്, ഒരിക്കലും സമാധാനം കിട്ടാത്തത് എന്നുള്ള അർത്ഥമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആക്സിഡന്റ് സൈറ്റ് ആണ്. ഓക്കെ, ദി മൗണ്ടൻ വാസ് അബ്സല്യൂട്ട്ലി ബ്രീത്ത് ടേക്കിംഗ്. എന്താണ് ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പർവ്വതം ഒരു ബ്രീത്ത് ടേക്കിംഗ് ആയിരുന്നു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി മൗണ്ടൻ വാസ് സോ ലാർജ് ദാറ്റ് ഇറ്റ് വാസ് ഹാർഡ് ടു സീ. The mountain was very huge and unremarkable. The mountain was so beautiful that it left the observer in awe. The mountain was too difficult to climb. പെട്ടെന്ന് തന്നെ നമുക്ക് 2 എണ്ണം തെറ്റാണെന്ന് മനസ്സിലാവും സാധാരണ ബുദ്ധിയുള്ളവർക്ക്. പഠിപ്പികളായ ആളുകൾക്ക് ശരിയായത് മാത്രം പെട്ടെന്ന് മനസ്സിലാവും. 3 എണ്ണം തെറ്റാണെന്ന് മനസ്സിലാവും. പിന്നെ ഒന്നും പഠിക്കാതെ പോകുന്നവർക്ക് പെട്ടെന്ന് തോന്നും ഇതിലേതോ ഒന്ന് ശരിയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഒരു 2 എണ്ണം തെറ്റാണെന്ന് തോന്നുന്നു. 2 എണ്ണത്തിൽ കൺഫ്യൂഷൻ വരും. അവിടെ ഇങ്ങനെ ഇതില് ദി മൗണ്ടൻ വാസ് സോ ലാർജ് ദാറ്റ് ഇറ്റ് വാസ് ഹാർഡ്, ദി മൗണ്ടൻ വാസ് ടു ഡിഫിക്കൽട്ട് ടു ക്ലൈംബ്. അത് രണ്ടും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? തെറ്റാണെന്ന് മനസ്സിലാവും. മൗണ്ടൻ ഹ്യൂജ്, വലിയ മൗണ്ടൻ ആണെന്ന് ഒരിടത്തും വരുന്നില്ല. മൗണ്ടൻ അബ്സല്യൂട്ട്ലി ബ്രീത്ത് ടേക്കിംഗ് എന്ന് പറഞ്ഞാലും നല്ല അതിന് ബ്യൂട്ടിഫുൾ ആണെന്നാണ് അതിന്റെ അർത്ഥം. അൺറിമാർക്കബിൾ എന്നും പറയൂട്ടോ. അതിൽ ഹ്യൂജ് ഇല്ലാതെ ദി മൗണ്ടൻ വാസ് വെരി അൺറിമാർക്കബിൾ അല്ല, റിമാർക്കബിൾ എന്ന് പറയും. അൺറിമാർക്കബിൾ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയി. ബ്രീത്ത് ടേക്കിങ്ങിന് പകരം റിമാർക്കബിൾ എന്നും പറയാം. ഇവിടെ അൺറിമാർക്കബിൾ ആയ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരിക. സോ ഓപ്ഷൻ സി. ആ വാക്കും വരാല്ല, റിമാർക്കബിളും അൺറിമാർക്കബിളും വരാം. വരില്ല, റിമാർക്കബിൾ എന്ന് പറയാം. ഓക്കെ സർ. ദി മൗണ്ടൻ വാസ് അബ്സല്യൂട്ട്ലി റിമാർക്കബിൾ എന്ന് പറയാം. A dash of migrating birds soared high over the mountains. മൈഗ്രേറ്റിംഗ് ബേർഡ്സിന്റെ കൂട്ടത്തിന് എന്ന് പറയും. ഇത് കളക്റ്റീവ് നൗൺസ് എന്ന് പറയും. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ചില ജീവികൾ
അവർക്കൊക്കെ എന്താണ് നമ്മുടെ ഗ്രൂപ്പിന് പറയാ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഫ്ലോക്ക് ആണ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ആണ്. ടീം എന്ന് പറയുന്നതിന് മനുഷ്യന്മാരുടെ ഇതിനാണ്, ഗ്രൂപ്പ് ടീം ഒക്കെ. എങ്ങനെ 2D ഉണ്ട് അതിൽ. 2D വന്നിട്ടുണ്ട്, ADCD എന്നുള്ള. ഓക്കെ. സ്വാം എന്തിനാ ഉപയോഗിക്കുക? സ്വാം അരയന്നോ? അത് N ആണ്, സ്വാൻ, SWAN, സ്വാൻ ആണ് അരയന്ന. ഇത് സ്വാം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. എന്തിന്റെ ഗ്രൂപ്പിനാണ് സ്വാം എന്ന് പറയാ? അന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, മറന്നു. ബീസ് ആണ്, ജോംസ് ആണ് മറ്റേ. ബീസ്, ഈച്ച. അന്നാരോ പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞ മക്കളെയൊക്കെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ ആരോ പറഞ്ഞല്ലേ കൊച്ചുമക്കളെയാണ് ഇപ്പൊ ഇത് പഠിപ്പിക്കുന്നതെന്ന്. ഓക്കെ, ക്ലസ്റ്റർ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടാണ്. അത് എന്തിനാണ് കറക്റ്റ് ക്ലസ്റ്റർ എന്ന് ഉപയോഗിക്കുക അറിയോ? ആളുകളല്ല, മനുഷ്യന്മാരെ. ആൾക്കാരെ കൂട്ടം, മനുഷ്യന്മാരെ അതല്ലേ ഓരോ അങ്ങനെ ക്ലസ്റ്റർ. അധ്യാപകർക്ക് ക്ലസ്റ്റർ നടത്താറുണ്ടല്ലോ. ക്ലസ്റ്റർ നോർമലി പിന്നെ സ്റ്റാർ, അതുപോലെ സ്പൈഡർ, അതിനൊക്കെയാണ് ക്ലസ്റ്റർ ഉപയോഗിക്കുക. ബോംബിനൊക്കെ ഉപയോഗിക്കും, ബോംബ്, ക്ലസ്റ്റർ ബോംബ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. വെറുതെ അല്ല ടീച്ചേഴ്സിന് ക്ലസ്റ്റർ എന്ന് പറയും. അതായത് കൂട്ടം എന്ന അർത്ഥമുള്ളൂ. അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ടീച്ചർമാരുടെ ഒരു ടീച്ചർമാര് ചിലന്തികളെ പോലെ, സ്റ്റാർസിനെ പോലെയാണ് അല്ലേ? അത് കറക്റ്റാ, അങ്ങനെ വരട്ടെ. ബോംബായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാകും. ഓക്കെ, second last question. I will meet you in dash hour at dash university office. ഓക്കെ, ബുദ്ധിയുള്ളവർക്ക് ഈസിയാണ്. സാധാരണക്കാർക്ക് 2 എണ്ണം ഇതിൽ കൂട്ടൂല എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അത് ഏതൊക്കെയാണ് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റിയ 2 എണ്ണം? ഓക്കെ, അവർ എന്ന് പറഞ്ഞാൽ ആണെങ്കിലും പ്രൊണൗൺസിയേഷൻ ആണ് വരിക. സോ ഇറ്റ്സ് എ വവൽ സൗണ്ട്. നമ്മൾ വവൽ ലെറ്റർ അല്ല നോക്കുന്നത്, വവൽ സൗണ്ടിനാണ് നോക്കുന്നത്. ഐ വിൽ മീറ്റ് യു ഇൻ ആൻ അവർ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫീസ്. യൂണിവേഴ്സിറ്റി ഓഫീസ് ഇവിടെ സ്പെസിഫിക് ആണ്. ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഓഫീസിൽ 1 മണിക്കൂർ കാണാമെന്നല്ല പറയുന്നത്. ഇവർക്ക് 2 പേർക്കും അറിയാവുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഓഫീസാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് അവിടെ ആൻ യൂണിവേഴ്സിറ്റി ഓഫീസിന് കൊടുക്കാൻ കഴിയില്ല. അത് യാ എന്നുള്ള പ്രൊണൗൺസിയേഷൻ ആണ്. യു ആണ് ഇവിടെ ലെറ്റർ എങ്കിലും പ്രൊണൗൺസിയേഷൻ യാ ആയതുകൊണ്ട് ഇവിടെ ആൻ വരെയില്ല, എ ആണ് വരിക. So the answer is option C. I will meet you in an hour at the university office. The last question. She has been working in the company since 2015. എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാറ്റഗറി 4 ആണെങ്കിൽ ഇവിടെ ഡാഷ് ഇട്ടിട്ട് ഇവിടെ സിൻസ് ആണോ 4 ആണോ കൊടുക്കുന്നെങ്കിലും ചോദിച്ചാണ്. ഇവിടെ ഇപ്പൊ ഇതൊക്കെ എന്താ കൂടുതലൊരു വൊക്കാബുലറി ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സിൻസ് 2015 എന്ന് പറഞ്ഞാൽ 2015 മുതൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. She started working in the company in 2015 and has just stopped. സ്റ്റോപ്പ് ചെയ്തു എന്നൊരു അർത്ഥം അവിടെ വരുന്നതേ ഇല്ല. She has been working in the company from 2015 onwards. കറക്റ്റ് ആണ്. She worked at the company only in 2015. തെറ്റാണ്. 2015 മാത്രം ജോലി ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. She will start working at the company. Will start എന്നാൽ അവൾ 2015 ജോലി ചെയ്യാൻ തുടങ്ങും എന്നാണ്. അത് തെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അപ്പൊ ഇതാണ് സാറേ, ഈ സൺഡേ മൺഡേ എന്നുള്ള വീക്കിന്റെ കൂടെ ഇപ്പൊ ടെസ്റ്റ് പേപ്പർ തിങ്കളാഴ്ച നടത്തും എന്ന് പറയുകയാണെങ്കിൽ ടീച്ചർ ഓൺ മൺഡേ ഓൺ ആണോ ഉപയോഗിക്കുക? മൺഡേ എന്നുള്ള ഓൺ അങ്ങനെ ഉണ്ടോ? നമ്മള് ഡേയ്സിന്റെ കൂടെ ഓൺ ആണ് ഉപയോഗിക്കുക. ഇന്ന് പറയില്ല, തിങ്കളാഴ്ച ദിവസത്തിൽ എന്നുള്ള അങ്ങനെ പറയില്ല അല്ലേ? ഇന്ന് ഉപയോഗിക്കുന്നത് പിന്നെ മാസങ്ങളുടെ കൂടെ.
ഡിസംബർ ഇൻ ജനുവരി അങ്ങനെയാണ് നോർമലി ടൈം വെച്ചിട്ട് ഓണം. ഓക്കെ. ഇത് ഇംഗ്ലീഷിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അതെ അതെ അതെ. അപ്പൊ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. സാറ് ബാക്കിയും കൂടി പറയാവോ? വെൽസ് ഓണം ഇന്നും പറഞ്ഞു, ഒന്നും കൂടി പറയാവോ ബാക്കി? ടൈമായിട്ട് അറ്റാണ് വരിക. അറ്റ് ഒരു എക്സാക്ട് ടൈം പറയാണ്. ഇപ്പൊ നൈറ്റ്, നൂൺ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അറ്റ് പറയും. അറ്റ് നൈറ്റ്, അറ്റ് നൂൺ. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്രിസ്മസ് ഡേ ഓണാണ് വരിക, മൺഡേ ഓണാണ് വരിക, സാറ്റർഡേസ് ഓണാണ്. ഒരു ഡേറ്റ് പറയാണ്, ജൂലൈ 4th. മൈ ബർത്ത്ഡേ ഈസ് ഓൺ ജൂലൈ 4th എന്ന് പറയും. അന്നത്തെ ക്ലാസ് പറഞ്ഞതല്ലേ ഇത്? ഇയേഴ്സിന്റെ മുമ്പിലോ വർഷങ്ങളുടെ മുമ്പില് ഇന്ന് ഓൺ അറ്റാണ് നോർമലി ടൈമിന്റെ കൂടെ വരും. പിന്നെ ഒരു സാഹചര്യം അനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ വരും. പക്ഷെ ഇത് ഒരിക്കലും മാറൂല. മാസങ്ങൾ, സീസൺസ് ഒക്കെ പറയുമ്പോൾ ഇന്നാണ് വരിക. സമ്മർ, ഇൻ സമ്മർ, ഇൻ വിന്റർ. പിന്നെ ടൈമായി ബന്ധപ്പെട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, ശുക്രൻ. ദുആ ചെയ്യുക പരസ്പരം എല്ലാവരും നന്മയ്ക്ക് വേണ്ടി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.